ഇന്ന് നമുക്കൊരു വെറൈറ്റി കോംബോ ഉണ്ടാക്കി നോക്കിയാലോ? നമ്മുടെ പുട്ടുപൊടി കൊണ്ടുള്ള അടിപൊളി നെയ്പത്തിരിയും നല്ല കിടിലം ബീഫ് റോസ്റ്റുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ നമ്മുടെ നെയ്പ്പത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ പുട്ടുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പുട്ടുപൊടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല തരിതരിപ്പുള്ള പുട്ടുപൊടിയില്ലേ, ഒട്ടും തന്നെ നൈസ് പൗഡർ അല്ലാത്തത് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, എങ്കിലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഞാനിപ്പോൾ ഈസ്റ്റേണിൻ്റെ പാക്കറ്റ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുണ്ടായത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്നില്ല, ആ ഒരു സെയിം പൊടി തന്നെയാണ്. പിന്നെ ഒരു 1/4 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ പുട്ടുപൊടി മാത്രം വെച്ചിട്ട് ചെയ്യുന്ന നെയ്പ്പത്തിരി നമ്മൾ ഓൾറെഡി കുറേ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടി ഒരു സ്പെഷ്യലായിട്ട് ചെയ്യുന്ന നെയ്പ്പത്തിരിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു ഐറ്റംസ് ഒക്കെ ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നല്ല തിളച്ച വെള്ളമാണ് വേണ്ടത്. ഞാനൊരു 2.25 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ, ഒരു 10-15 മിനിറ്റ്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു പുട്ടുപൊടി വെള്ളത്തിനൊക്കെ ഒന്ന് വലിച്ചെടുത്തോളൂ. ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ള ചെറിയൊരു അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പിലും കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ലേ. പിന്നെ ഏകദേശം ഒരു 6 അല്ലി ചെറിയ ഉള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. നല്ല ചെറിയ സൈസാണെങ്കിൽ അതിനനുസരിച്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും 2 ടീസ്പൂൺ വലിയ ജീരകം ഫെന്നൽ സീഡും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ക്യുമിൻ സീഡുമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് ഒതുക്കിയെടുക്കുക, അതായത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ട് അരക്കരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നെയ്പ്പത്തിരിക്ക് അറിയാമല്ലോ എങ്ങനെയാണ് ഒതുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പുട്ടുപൊടി നോക്കി ഒന്ന് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് കുതിർന്ന് സോക്കായി വന്നിട്ടുണ്ട് കേട്ടോ, ഒന്ന് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്നങ്ങ് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സില്ല അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ നോർമൽ നെയ്പ്പത്തിരിക്ക് കുഴക്കുന്ന രീതിയിൽ ഒന്ന് കുഴച്ച് കൊടുക്കുക. അതുപോലെ ഓരോ പുട്ടുപൊടിക്കും ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ എക്സ്ട്രാ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ 1-2 സ്പൂണായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണേ കുഴക്കുന്ന സമയത്ത്. എന്നിട്ട് നോക്കി നോക്കി ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നെയ്പ്പത്തിരിയുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അവിടെ ഇവിടെയൊക്കെ കട്ടയായിട്ട് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാതും ഉടച്ചിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നോർമലി നമ്മൾ സാധാരണ ചെയ്യുന്ന നെയ്പ്പത്തിരിയില്ലേ, അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുട്ടുപൊടി കൊണ്ട് പ്ലെയിൻ ആയിട്ട് ചെയ്യുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ ഫ്ലേവറുള്ള ഒരു നെയ്പ്പത്തിരിയാണ്. ഇനിയിപ്പോൾ നോർമൽ നമ്മൾ നെയ്പ്പത്തിരി ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഞാനൊരു ബോർഡിൽ ഒരു ഷീറ്റ് വെച്ച് കൊടുത്തിട്ട് അതിൽ നന്നായിട്ട് വെളിച്ചെണ്ണ ഓയിലൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പമുള്ള നെയ്പ്പത്തിരി വേണോ അതിനനുസരിച്ചുള്ള ബോളാക്കിയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഉള്ളം കൈ കൊണ്ട് പരത്തിയെടുക്കുക കേട്ടോ. എങ്കിലും ഇതുപോലെ പരത്തുന്ന സമയത്ത് ഒരേ കനത്തിൽ ഒരേ ഷേപ്പിൽ നല്ല ഭംഗിയിൽ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിൽ ഈ ഒരു വലുപ്പത്തിലാണ്. ഇതിലും വലുപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ ഭയങ്കര വലുപ്പമുള്ള വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഇതാ പെട്ടെന്ന് ഞാനിതാ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പത്തിരി ഇട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം എണ്ണയ്ക്ക് നല്ല ചൂട് വേണം, എങ്കിൽ നല്ലപോലെ ഒരേപോലെ പൊങ്ങി സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി, വീർത്തതിന് ശേഷം മാത്രം. അപ്പോൾ ഇത് നല്ലപോലെ ഇതുപോലെ വീർത്ത് വന്നതിന് ശേഷം കുറച്ച് സമയം വെച്ചിട്ട് മാത്രം തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ തിരിക്കേണ്ട, കാരണം ഉള്ളിൽ വേവാനുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ നെയ്പ്പത്തിരി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഈ ഒരു കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള നെയ്പ്പത്തിരി. അപ്പോൾ സിമ്പിളായിട്ടുള്ള ബീഫ് റോസ്റ്റാണ് ഞാൻ ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ കുക്കറിലേക്ക് 1 കിലോ ബീഫ് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റോസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലും നെയ്യും ഒക്കെ അടങ്ങിയിട്ടുള്ള പീസ് തന്നെ എടുക്കുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അടുത്തത് ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, രണ്ടും കൂടി 1 ടേബിൾ സ്പൂൺ മതിയേ. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പോർഷൻ ക്ലിപ്പ് കട്ടായി പോയതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ഒന്നങ്ങ് കുടഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്തായിട്ട് അങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം ബീഫിൽ അത്യാവശ്യം വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഇതുപോലെ കുക്കർ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 90% ബീഫ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. കാരണം ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നതിനനുസരിച്ച് വേവിച്ചെടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ ബീഫൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 90%ഓളം വെന്തിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കുന്ന പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് ഇതാ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബീഫ് വെള്ളത്തോടു കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് ചില ബീഫിൽ ഭയങ്കരമായിട്ട് വെള്ളം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ഒരു കുക്കറിൽ നിന്ന് തന്നെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. എങ്ങനെയായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഒഴിച്ചിട്ട് ഇനി ഈ ഒരു വെള്ളം മെയിനായിട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങനെ ഡ്രൈ ആവണ്ട, എന്നാൽ അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടുകയും വേണം. ആ ഒരു രീതിയിലാക്കി എടുക്കട്ടെ. അതിനിടയിൽ ഇതാ നമ്മുടെ ബീഫൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ചെറിയൊരു ഗ്രേവി ഉണ്ട്. ആ ഒരു രീതിയിലൊന്ന് വറ്റിച്ചെടുക്കുക. പിന്നെ ആ ഒരു ബീഫ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലപോലെ മസാലയൊക്കെ ആ ഒരു ബീഫിൽ പിടിച്ചും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇതിലേക്ക് 2 വലിയ സവാള ഇതുപോലെ നേരിയതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. സവാള ഒന്ന് അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വരണം. ഈ ഒരു ബീഫിലൊന്ന് സെറ്റായിട്ട് കിട്ടണം. പിന്നെ സവാള നിങ്ങൾക്ക് ഇനിയും കൂട്ടിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. കാരണം കുറച്ചൊരു മസാലയോട് കൂടിയിട്ട് കഴിക്കാൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓരോ ഐറ്റത്തിനും ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി സവാള കൂട്ടിയിടാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ആ ഒരു സമയം തന്നെ നല്ലപോലെ വഴണ്ട് കിട്ടിക്കോളും. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. പിന്നെ ഉപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. എൻ്റെ ഇതിപ്പോൾ കറക്റ്റാണ് കേട്ടോ. അത്യാവശ്യം ബീഫിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ സവാളയൊക്കെ വഴണ്ട് ഈ ഒരു പരിവായി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി ചേർക്കാണ്ട് ഏതാണ്ട് നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് 2 വലിയ വെളുത്തുള്ളിയും ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചിയും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇത്രയും പരിപാടിയുള്ളൂ. ഏകദേശം 1-2 മിനിറ്റ് ഫ്ലെയിം കുറച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. നല്ലൊരു മണം വരും കേട്ടോ ആ ഒരു സമയം കൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബീഫ് റോസ്റ്റ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം കളറൊക്കെ ഒന്ന് മാറിയിട്ടും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യാൻ നേരത്ത് ഇതിലേക്ക് ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സിമ്പിളായിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡിയായി. അങ്ങനെ ഇതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള കോമ്പോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ്, എന്നാൽ ഒരുപാട് മെനക്കെടൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. ഒരു സ്മൈലിങ് ഒന്ന് കമൻറ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്